എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 28 തിങ്കളാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും വലിയൊരു ഇടിവാണ് മാർക്കറ്റ് നേരിട്ടിരിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 156 പോയിൻറ്റ് നെഗറ്റീവിൽ 24,680 എത്തി നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 24,646 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് വന്നു. 24,700 താഴെ 24,615 ഒരു സപ്പോർട്ട്. 24,646 വരെ വന്ന് ഒരു ചെറിയ റിവേഴ്സൽ നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസിങ്ങോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റി 444 പോയിൻറ്റ് നെഗറ്റീവിൽ 56,084 ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലെ സെൻസെക്സ് 572 പോയിൻറ്റ് മൈനസിലാണ് നിൽക്കുന്നത്. 80,891 എന്നുള്ള ലോവിലേക്ക് വന്നു. ഒരു സമയം അത് 80,776 എന്നുള്ള ഡേ ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. വിവിധ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ഇന്ന് കാണാമായിരുന്നു. ഈ ആഴ്ച അവസാനം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന US താരിഫ് സമയപരിധിക്ക് മുമ്പായി പ്രത്യേകിച്ച് IT സ്റ്റോക്കുകളാണ് ഇന്ന് കൂടുതൽ സെല്ലിംഗ് നേരിട്ടത്. BSEയിൽ രജിസ്റ്റർ ചെയ്ത 30 സ്റ്റോക്കുകളിൽ 24 എണ്ണവും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് വളരെ നിരാശാജനകമായ കാര്യത്തിൽ 7.31% താഴ്ന്ന് റെഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിനാൻസ്, ഭാരതി എയർടെൽ, ടൈറ്റാൻ കമ്പനി, TCS, HCL ടെക്നോളജി എന്നിങ്ങനെ 1.5% മുതൽ 3.5% വരെ ഇടിവ് നേരിട്ടു. ഇന്ന് ആകെ പ്രതീക്ഷ നൽകിയത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ മാത്രമാണ്. 1.23% നേട്ടമാണ്. അതോടൊപ്പം ഏഷ്യൻ പെയിൻറ്റ്സ്, ICICI ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, HDFC ബാങ്ക്, ITC എന്നിവ കേവലം ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാൻ മാത്രമാണ് ഉള്ളത്. അതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രം 1% കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ 0.5% മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറുകളിൽ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് 2.5% ഇടിഞ്ഞു. തുടർന്ന് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, മീഡിയ ഇൻഡെക്സുകൾ ഓരോന്നിനും 1% ഇടിവാണ് നേരിടേണ്ടി വന്നത്. കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റ് പ്രതികൂല ചായ്വോടെ 24,800-നും 25,250-നും ഇടയിൽ ഒരു മുന്നോട്ട് പോകാനാണ് സാധ്യതയായി കാണുന്നത്. നിഫ്റ്റിയുടെ ബോട്ടം ലെവൽ നോക്കുകയാണെങ്കിൽ 24,550 അല്ലെങ്കിൽ 24,500 ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു മേജർ സപ്പോർട്ടാണ്. എന്നാൽ 25,500 അതിൻ്റെ മുന്നേറ്റം തടയാനുള്ള ഒരു റെസിസ്റ്റൻസും നിലവിലുണ്ട്. ഇതിന് പ്രധാന കാരണം Q1 റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ വരുമാനം മികച്ചതാകുമെന്ന പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം അമേരിക്കയുമായി ഉണ്ടാക്കിയേക്കാവുന്ന ട്രേഡിംഗ് ഡീലിങ്ങിലൂടെ ട്രേഡിംഗ് താരിഫായി ബന്ധപ്പെട്ട റിസ്കിൽ വരുന്ന കുറവുമാണ് ഇതിന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും മാർക്കറ്റ് വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടാണ് പുലർത്തുന്നത്. നിലവിൽ IT സ്റ്റോക്കുകളുടെ പ്രകടനമാണ് വളരെ മന്ദഗതിയിലുള്ളത്. എന്നാൽ ബാങ്കിങ്, അതുപോലെ സിമൻറ്റ് മേഖലകളിൽ നിന്ന് മികച്ച റിസൾട്ടുകളാണ് പുറത്തു വരാനിരിക്കുന്നത് എന്നാണ് കമ്പനികളുടെ പ്രമുഖർ പറയുന്നത്. അതോടൊപ്പം മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഫലങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അവയൊക്കെ നല്ല പ്രതീക്ഷ നൽകുന്നവയാണ്. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ റവന്യൂ വരുമാന വളർച്ച മൊത്തത്തിൽ 5% കൂടുതലാണ്. ഇത് 10 മുതൽ 12% വരെ വരുമാന വളർച്ച നൽകിയേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഇത് വിപണിക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിലും, അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെ ഈ നില തുടർന്നേക്കാം എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തലുകൾ. അതോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ട്രേഡിംഗ് ഡീലിലും അനുകൂലമായ ഫലങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം അമേരിക്ക ബ്രിട്ടനുമായും ജപ്പാനുമായും ഒപ്പിട്ട കരാറുകളാണ്. അടുത്തിടെയായി ബ്രിട്ടനുമായി ഇന്ത്യ ഒപ്പിട്ട സ്വാതന്ത്ര്യ വ്യാപാര കരാറും ഈ പ്രതീക്ഷയ്ക്ക് ശക്തി പകർന്നവയാണ്. ജപ്പാൻ്റെ കാര്യത്തിൽ അമേരിക്ക പകരച്ചുങ്കമായി ആദ്യം നിർദ്ദേശിച്ച 25% നിന്ന് 15% കുറയ്ക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിലാകട്ടെ 26% പകരച്ചുങ്കമാണ് അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഉയർന്ന ചുങ്കം തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്.
ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലും മേഖലാടിസ്ഥാനത്തിലുമുള്ള പ്രാഥമിക ധാരണകൾ രൂപപ്പെട്ടതിനു ശേഷമേ അന്തിമ ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് നിഗമനം. ഈ വർഷത്തെ Q1 റിസൾട്ടുകളെ പ്രതികൂലമായി ബാധിച്ച 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, സ്റ്റോക്കുകളുടെ ഉയർന്ന മൂല്യത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വളർച്ചയുണ്ടാകില്ലെന്ന വിലയിരുത്തൽ. രണ്ടാമത്തേത്, ട്രേഡിംഗ് ടെൻഷനുകൾ. ഏപ്രിലിന് ശേഷം ഈ സംഘർഷ സാഹചര്യത്തിൽ അയവ് വന്നിട്ടുണ്ട്. സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുന്നതിന് അനുസരിച്ച് രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം എന്ന് മാത്രം. നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഇതുവരെ ലഭിച്ചിരുന്നത്. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിൽ കൂടുതലായിട്ട് ഈ ലൈനിനെ താഴത്തേക്ക് ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത് 24,500 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് തന്നെയാണ്. 24,500ലും ഒരു ബൗൺസ് ബാക്ക് നടത്തിയില്ലെങ്കിൽ 24,390 വരെ അല്ലെങ്കിൽ 24,400 വരെ മാർക്കറ്റ് ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ ആഗസ്റ്റ് 1 കൂടി വന്നേക്കാം. അതിനുശേഷം അതായത് ഇന്ത്യ US ട്രേഡിംഗ് ഡീലിൽ താരിഫ് ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയാൽ, പ്രാബല്യത്തിൽ വന്നാൽ മാർക്കറ്റ് പിന്നീട് ഇവിടെ നിന്നൊരു റിവേഴ്സൽ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഓരോ വീഴ്ചകളും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ വാച്ച് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിൽ, അതായത് ഇന്ന് ഓപ്പണിംഗ് നടത്തിയത് 24,770 24,800 എന്നുള്ള നമ്മുടെ 2 സപ്പോർട്ടിനും ഇടയിലായിരുന്നു. പിന്നീട് മുകളിലേക്ക് പോയി, എന്നാൽ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയില്ല. പിന്നീട് വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് 24,800ലും എൻട്രി ഓക്കെയാണ്. അതിനുശേഷം 24,770ലും കൺഫേം എൻട്രി നമുക്ക് ലഭിച്ചു. നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് നല്ല ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഈ 2 സപ്പോർട്ടുകൾക്ക് ഇടയിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ശേഷം അല്പം മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെൻസെക്സിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ 3 ഇൻഡെക്സിലും ഇന്ന് നമുക്ക് സാമാന്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നാളെ സപ്പോർട്ട് ലെവലായിട്ട് സെൻസെക്സിൽ 80,580 എന്നുള്ളൊരു ലെവൽ വാച്ച് ചെയ്യാം. അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് 81,010 ഈ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസും വാച്ച് ചെയ്യാം. സെൻസെക്സിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 55,870 ആ റേഞ്ചിൽ സപ്പോർട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ റെസിസ്റ്റൻസ് ആയിട്ട് 56,370. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 24,600 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. അതിന് താഴെ പോവുകയാണെങ്കിൽ 24,500 വരെ പോകാം. റെസിസ്റ്റൻസ് ആയിട്ട് 24,710. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബോധ്യമായ സമയത്ത് എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.